ഹലോ ഗൈസ്, എന്തോ പരിപാടിയാണല്ലേ. 5 വർഷം കൊണ്ട് തരാമെന്ന് പറഞ്ഞേക്കുന്ന കാര്യം ഇപ്പോൾ തന്നെ 10 വർഷമാകുമെന്നാണ് ഇവർ പറയുന്നത്. നമ്മളെല്ലാവരും കേട്ട് കാണും, പുതിയ പേപ്പർ ലോ ഇമിഗ്രേഷനകത്ത് വരികയാണ്. എന്നാണ് ഈ പേപ്പർ ലോ നമുക്കൊന്ന് പരിശോധിക്കാം. അതായത് ഇത് പേപ്പറിലുള്ള ലോ, അതാണ് പേപ്പർ ലോ. അതായത് ഇതിന്റെ ഒരു അവലോകനത്തെ പറ്റി ഞാൻ ചിന്തിച്ചപ്പോൾ, ഞാൻ അവലോകനം നിങ്ങളോട് പറയാൻ വേണ്ടി ഞാൻ ചിന്തിച്ചപ്പോൾ, ഇവരിപ്പോൾ ഈ നിയമം പ്രാബല്യത്തിൽ കൊണ്ടുവന്നാൽ എന്തൊക്കെ വിഷയങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഞാൻ എന്തിനാണ് ഈ വിഷയങ്ങളെ പറ്റി പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ വിഷയങ്ങളെ പറ്റി അവർ ചിന്തിക്കുകയും ഈ നിയമം നമ്മൾ ചിന്തിക്കുന്ന പോലെ പ്രാബല്യത്തിൽ വരുത്തില്ല എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. മനസ്സിലായല്ലേ? ഇത്ര വ്യക്തമാക്കി പറയാം. ഇപ്പോൾ ഇത് പ്രധാനമായിട്ട് എഫക്ട് ചെയ്യാൻ പോകുന്നത് ഹെൽത്ത് കെയർ സെക്ടറിലെ ജോലിക്കാരെയും പിന്നെ സ്റ്റുഡൻസിനേക്കാണല്ലോ. സ്റ്റുഡൻസിനെ ചിലപ്പം വേണമെങ്കിൽ അവർക്ക് ടാർഗറ്റ് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ ഹെൽത്ത് കെയർ വർക്കേഴ്സിന്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഇപ്പോൾ ഓസ്ട്രേലിയൻ പാത്വേ വളരെ വിശാലമായി തുറന്നു കിടക്കുന്നിടത്തോളം നമുക്കറിയാം 3 വർഷവും 4 വർഷവും ഒക്കെ ആയ നഴ്സുമാരുണ്ട്. അവർ 5 വർഷം കാത്തിരിക്കുകയാണ്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഇങ്ങനെയൊരു നിയമം പ്രാബല്യത്തിൽ വന്നാൽ ആ നിമിഷം തന്നെ ഒരു മാസ് മൈഗ്രേഷൻ ടു ഓസ്ട്രേലിയ ഈ രാജ്യത്ത് നടക്കും. ആൾക്കാർ കൂട്ടത്തോടെ ഓസ്ട്രേലിയക്ക് മൈഗ്രേറ്റ് ചെയ്യും. 1 വർഷമുള്ളവർ, 2 വർഷമുള്ളവർ, 3 വർഷം, 4 വർഷമുള്ളവരൊക്കെ മൈഗ്രേറ്റ് ചെയ്യും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇവിടെ NHSന് ഈ ഹെൽത്ത് കെയർ ക്രൈസിസ് വീണ്ടും ഉണ്ടാകും. അതുകൊണ്ട് അവരങ്ങനെ എടുക്കാൻ സാധ്യതയില്ല. അങ്ങനെ ഹെൽത്ത് കെയർ വർക്കേഴ്സിനെ അങ്ങനെ ചെയ്യാൻ കഴിയാത്തത് കൊണ്ട് തന്നെ സാധാരണ സ്റ്റുഡൻസ് ആയിട്ട് ഇരിക്കുന്നവരോടും അങ്ങനെ ചെയ്യാൻ യാതൊരു സാധ്യതയും കാണുന്നില്ല. പിന്നെ എന്താണ് ഈ നിയമം കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുന്നത് ചിലപ്പോൾ ഇനിയും വരാനുള്ള ആൾക്കാർക്ക്, അല്ലെങ്കിൽ ഇനിയും പുതിയതായിട്ടൊക്കെ ആരെങ്കിലും അവർ നാട്ടിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുവരുവാണെങ്കിൽ, അല്ലെങ്കിൽ പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് അവർക്ക് ചിലപ്പോൾ നിയമം പ്രാബല്യത്തിൽ വരുത്തിയേക്കാം. മെയിനായിട്ട് ചിന്തിക്കുവാണെങ്കിൽ അവർ ഡേറ്റ് നമ്മൾ പറയും. മിക്കവാറും ഈ നിയമം പ്രാബല്യത്തിൽ വരുവാണെങ്കിൽ ചിലപ്പോൾ 2023 24 അങ്ങനെ സമയം പറഞ്ഞിട്ട് അതിന് ശേഷം വന്നവർക്ക് ഇത് ബാധകമല്ല. അതിന് ശേഷം വന്നവർക്കാണ് ഈ നിയമം ബാധകം എന്നായിരിക്കും അവർ മിക്കവാറും പറയാൻ പോകുന്നത്. എന്തുവാണെങ്കിലും ഇപ്പോൾ ഇതിനെപ്പറ്റിയൊന്നും ആരും, പലരുടെയും വിചാരം ഈ നിയമം പ്രാബല്യത്തിൽ വന്നു എന്നാണ്. കാരണം എനിക്ക് വരുന്ന പല ഫോൺ കോളിനകത്തും അവർ പറയുന്നുണ്ട്, ഈ നിയമം വന്ന് നമ്മൾ എന്തോ ചെയ്യുന്നു, നിയമം വന്നിട്ടില്ല. ഈ ഇപ്പോഴത്തെ കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ഇപ്പോൾ ഒരു ഇലക്ഷൻ നടന്നല്ലോ. ആ ഇലക്ഷൻ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷത്തിൽ ജയിച്ചത് റിഫോം UK എന്ന് പറഞ്ഞ പാർട്ടിയാണ്. ഈ റിഫോം UK പാർട്ടിയുടെ മെയിൻ ഒരു നയം തന്നെ ഈ ഇമിഗ്രേഷൻ കുറയ്ക്കുക, അല്ലെങ്കിൽ മാസ് ഇമിഗ്രേഷൻ കുറച്ച് ഇവിടെയുള്ള ആൾക്കാർക്ക് അവസരം കൊടുക്കുക എന്നാണ് അവർ ചിന്ത. ശരിക്കും പറഞ്ഞാൽ അവർ ജയിച്ചപ്പോൾ ഇപ്പോഴുള്ള റൂളിംഗ് പാർട്ടിക്ക് ഒരു ഭയം. അവർ ആ ഭയത്തെ ഓവർകം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ എടുത്ത തുറുപ്പ് ചീട്ടാണ് എന്ത് ഈ പറയുന്ന വൈറ്റ് പേപ്പർ ഇമിഗ്രേഷൻ ലോ.